ഓരോ ദിവസവും മുമ്പോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷയുണ്ട്, എന്നെങ്കിലും എല്ലാം ശരിയാവും, എന്നെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ഞാൻ നേടിയെടുക്കും, ഞാൻ നന്നാവും. പിന്നെ നമ്മൾ കാണുന്ന എല്ലാ ലിസ്റ്റും എല്ലാ ട്രിക്സും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൗ ടു സ്റ്റഡി ഫാസ്റ്റ്, എങ്ങനെ മടി ഓവർകം ചെയ്യാം, 5 ട്രിക്സ് ടു ബിൽഡ് റിലേഷൻഷിപ്സ്, ഇങ്ങനെ ഓരോ ടിപ്സും ട്രിക്സും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്താണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം? നമ്മളെല്ലാം പെട്ടെന്ന് മാറണം, പെട്ടെന്ന് സംഭവിക്കണം എന്നാഗ്രഹിക്കുന്നതാണ് നമ്മുടെ പ്രശ്നം. വി വാണ്ട് എ ക്വിക്ക് ഫിക്സ്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നില്ല. അറ്റ്ലീസ്റ്റ് മോസ്റ്റ് ഓഫ് ദ ടൈം അങ്ങനെയൊന്നില്ല. നിങ്ങൾക്കൊരു നല്ല ബോഡി വേണോ? നിങ്ങൾ കഷ്ടപ്പെടണം. നിങ്ങൾ ഓരോ ദിവസവും ജിമ്മിൽ പോകണം, നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ഇനി നിങ്ങൾക്ക് നല്ല മാർക്ക് വേണോ? ഓരോ ദിവസവും നിങ്ങൾ മൈൻഡ് ഉണ്ടാക്കി പഠിക്കാനായിട്ടിരിക്കണം, പുസ്തകം തുറക്കണം, ടൈം സ്പെൻഡ് ചെയ്യണം. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണോ? അതിനു വേണ്ടിയിട്ട് ജോലി ചെയ്യണം, അതിനു വേണ്ടിയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അതിൻ്റെ ഹാർഡ്ഷിപ്സിലൂടെ കടന്നു പോകണം. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് നമ്മളൊരു 10 ടിപ്സോ ട്രിക്സോ വായിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളത് ഇമാജിൻ ചെയ്യുകയാണ്. നമ്മളൊരു മോട്ടിവേഷണൽ വീഡിയോ കാണുമ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ് നമ്മൾ നേടിയെടുക്കുന്നത്, എന്നിട്ട് അതിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ് നമ്മൾ അനുഭവിക്കുന്നത്. ബട്ട് ട്രൈ ടു പുട്ട് ഇൻ ആക്ഷൻ. ആക്ഷൻ ഇല്ലാതെ നമ്മൾ എന്തെല്ലാം വായിച്ചാലും, നമ്മൾ എന്തെല്ലാം ചിന്തിച്ചാലും ആഗ്രഹിച്ചാലും ഒരു കാര്യവുമില്ല. ചിലപ്പോൾ നമ്മൾ പ്ലാനിങ് പോലും ചെയ്യുന്നുണ്ടാവും, ബട്ട് ആക്ഷൻ എടുക്കാതെ ഒന്നും മാറാൻ പോകുന്നില്ല. ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് വർക്ക് എടുക്കാൻ തോന്നാത്ത ദിവസങ്ങളുണ്ടാകും, നമുക്ക് ഒട്ടും മൂടില്ലാത്ത ദിവസങ്ങളുണ്ടാകും, നമുക്ക് പഠിക്കാൻ തോന്നാത്ത സമയങ്ങളുണ്ടാകും. ചിലപ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകേണ്ടി വരും, നല്ല പാടുള്ള ഒരു പുസ്തകം വായിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും ആഗ്രഹമില്ലാത്ത ഒരാളുമായിട്ട് സംസാരിക്കേണ്ടി വരും, ഒരു ബിസിനസ് ഡീല് കിട്ടാൻ നമ്മൾ ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരും. ഇങ്ങനെ തന്നെയാണ് ഈ ലോകത്ത് നേടിയിട്ടുള്ളവരെല്ലാം എല്ലാം നേടിയെടുത്തിട്ടുള്ളത്. അതിനു വേണ്ട വർക്ക് ഇട്ടിട്ട് തന്നെയാണ്. നിങ്ങൾ വെറുതെ ഇരുന്നാൽ ആരും നിങ്ങളെ വന്ന് സഹായിക്കില്ല. നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യണോ? നിങ്ങളെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഫോഴ്സ് ചെയ്യുക. ട്രെയിൻ യുവർ സെൽഫ്. വേറെ ആരും വന്ന് നിങ്ങൾക്ക് ആ ട്രെയിനിങ് തരില്ല. ഇനി നിങ്ങളുടെ മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യാനിരിക്കുമ്പോൾ മാറി പോവുകയാണോ? ഓക്കെ, ഫേസ് ദാറ്റ് ഡിഫിക്കൽറ്റി. വീണ്ടും അതിനെ തിരിച്ചു കൊണ്ടുവരിക. വീണ്ടും അത് ഡ്രിഫ്റ്റ് ഓഫ് ചെയ്യുകയാണോ? വീണ്ടും മറ്റ് ചിന്തകളിലേക്ക് പോവുകയാണോ? നിങ്ങൾ കോൺസെൻട്രേഷൻ കൂട്ടാനാണ് തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ അതിനെ വീണ്ടും പിടിച്ചുകൊണ്ടുവരിക. വേറെ ആരും നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യില്ല. ഇങ്ങനെ തെന്നി പോകുന്ന കോൺസെൻട്രേഷനെ, തെന്നി പോകുന്ന ഒരു മനസ്സിനെ 1,000,000 ടൈംസ് എങ്കിലും നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയണം. ഈ ക്ഷമയാണ്, ഈ ഹാർഡ്ഷിപ്പാണ് നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ എന്ന സ്കില്ല് ബിൽഡ് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി തരുന്നത്, നിങ്ങളൊരു കോൺസെൻട്രേറ്റഡ് മൈൻഡ് തരുന്നത്. ഇങ്ങനെ തന്നെയാണ് ഓരോ കാര്യവും ജീവിതത്തിൽ. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഒരേ ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് കംഫർട്ട് സോണിന് പുറത്തിറങ്ങി അത് ചെയ്യാൻ പറ്റുമോ? അതോ വെറുതെ ഫോണിൽ തോണ്ടിക്കൊണ്ടിരുന്ന് നിങ്ങളുടെ സേഫ്റ്റി സോണിൽ നിന്ന് കളിക്കാനാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? നിങ്ങൾക്കൊരു സ്കില്ല് ബിൽഡ് ചെയ്യണോ, അല്ലെങ്കിൽ ഒരു സൈഡ് ഇൻകം ബിൽഡ് ചെയ്യണോ? യു ഹാവ് ടു മേക്ക് അപ്പ് ദ മൈൻഡ്. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള വർക്ക് ഇടണം. നിങ്ങൾക്കൊരു ബിസി ഡേ അറ്റ് ഓഫീസായിരുന്നു, നിങ്ങൾ ഒരുപാട് മടുത്താണ് വരുന്നത്, അല്ലെങ്കിൽ ഒരുപാട് പഠിച്ച് ക്ഷീണിച്ചിട്ടാണ് വരുന്നത്, എന്നിട്ടും നിങ്ങൾ വർക്ക് ഇടാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾക്കൊരു സൈഡ് ഇൻകം ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്കില്ല് പഠിക്കാൻ പറ്റുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് ദി എക്സ്ട്രാ മൈൽ യു ആർ റെഡി ടു ഗോ, ദി എക്സ്ട്രാ ടൈം യു ആർ റെഡി ടു പുട്ട്. മറ്റുള്ളവർ ചെയ്യാത്തത്, മറ്റുള്ളവർ നേടാത്തത് നിങ്ങൾ നേടണമെങ്കിൽ ആ എക്സ്ട്രാ ആയിട്ടുള്ള കാര്യം നിങ്ങൾ ഇടുക തന്നെ ചെയ്യണം. മായ ആഞ്ചലോ പറയുന്നൊരു കാര്യമുണ്ട്, നത്തിങ് വിൽ വർക്ക് അൺലെസ് യു ഡു. എന്തൊക്കെ ചിന്തിച്ചാലും എന്തൊക്കെ പ്ലാൻ ചെയ്താലും നിങ്ങൾ ആക്ഷൻ എടുക്കണം. ഇത്രമാത്രം നോക്കിയാൽ മതി. നിങ്ങൾക്ക് തലയിലുള്ള ഒരു കാര്യം, നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യം എത്രമാത്രം നിങ്ങൾ ആക്ഷനിൽ കൊണ്ടുവരുന്നുണ്ട്, നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യം എത്രമാത്രം ആക്ഷനിൽ കൊണ്ടുവരുന്നുണ്ട്. ശരിയാണ്, നമ്മൾ പ്ലാൻ ചെയ്താലും ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഇതിനിയും ഉണ്ടാകും. നാളെയും ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല, നാളെ കഴിഞ്ഞും ചെയ്യാൻ പറ്റില്ല. യെസ്, ഇറ്റ് വിൽ കീപ്പ് റിപ്പീറ്റിംഗ്. പക്ഷേ എപ്പോഴെല്ലാം താഴെ പോയാലും ബി പേഷ്യൻറ്റ്, ടേക്ക് ടൈം. ആ ഒരു ഡിസിപ്ലിനോടെ വീണ്ടും തിരിച്ചു വരിക, വീണ്ടും നന്നായിട്ട് പരിശ്രമിക്കുക. ദർ ഈസ് നോ ട്രിക്ക്, ദർ ഈസ് നോ മാജിക്. ഇറ്റ് ഈസ് ജസ്റ്റ് ഹൗ മച്ച് യു ആർ ഡിസിപ്ലിൻഡ് ആൻഡ് ഹൗ മച്ച് ആക്ഷൻ യു ആർ ടേക്കിംഗ്. ഒരേ ഒരു ചോദ്യം, നിങ്ങളുടെ മനസ്സിന് എത്രമാത്രം സ്ട്രെങ്ത് ഉണ്ട്, നിങ്ങളുടെ മനസ്സിന് എത്രമാത്രം ഡിസിപ്ലിൻ ഉണ്ട്. സോ ട്രെയിൻ യുവർ മൈൻഡ്, ബിക്കോസ് നത്തിങ് വിൽ വർക്ക് അൺലെസ് you do. Stay strong, stay inspired, inspiring free.